പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുന്ന മംഗലവാർത്ത തിരുനാളിലേക്കുള്ള ഒരു നിയോഗത്തിലാണല്ലോ ഈശോയെ ഞാൻ. മാർച്ച് 25-ാം തീയതി മംഗലവാർത്ത തിരുനാളിൽ എൻ്റെ ഇപ്പോഴത്തെ രോഗം ആഹ്വാനം ചെയ്തിരിക്കുന്ന കാരണങ്ങളാൽ നടക്കുന്ന വൈദ്യശാസ്ത്രപരമായ ശുശ്രൂഷാക്രമം തീർന്ന് ഡോക്ടറെ കാണേണ്ട ദിവസവുമാണ്. അന്നാണ്, ആ തീയതിയിലാണ് 25 വർഷം മുമ്പ് മറ്റൊരു രോഗത്താൽ ആശുപത്രിയിൽ കഴിയവേ തിരുക്കുടുംബം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിയെ കൈകളിൽ തന്ന് പ്രോലൈഫ് ശുശ്രൂഷയിൽ ശക്തിപ്പെടുത്തിയതും. കർത്താവൻ്റെ ഇടയൻ ഇടയൻ നല്ല ഇടയനായ ഈശോയുടെ ശക്തിപ്പെടുത്തുന്ന അനുഭവം 1999-ാം ആണ്ട് മാർച്ച് 7-ാം തീയതി പറ്റിയ തലച്ചോറിലെ സബ് അരക്നോഡ് ഹാമറേജിനാൽ ഹൃദയം നിന്ന് അരമണിക്കൂറിനകം തീക്ഷ്ണമായ ആരാധന നടത്തിയപ്പോൾ അന്നവർ പറഞ്ഞു, വിശുദ്ധ കുർബാനയാണ് അച്ഛനെ സൗഖ്യപ്പെടുത്തിയത്. 6-ാം ദിവസം നടന്ന ഒരു ടെസ്റ്റിൽ, അതെ, മാർച്ച് മാസം 13-ാം തീയതി 25 വർഷം മുമ്പ് ഇന്നത്തെ തീയതിയിൽ നടന്നൊരു ടെസ്റ്റിൽ ഞാൻ പൂർണ്ണമായി സുഖപ്പെട്ടുവെന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ സാക്ഷ്യപ്പെടുത്തി. ആ ദിവസം ജപമാലയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞൊരു ദിവസമായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞ് അവർ ഉദ്ഘോഷിച്ചു, യുവർ റോസറി ഹീൽഡ് യു. അച്ഛൻ്റെ ജപമാലയാണ് അച്ഛനെ സൗഖ്യപ്പെടുത്തിയത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണു ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ടെസ്റ്റ് കഴിഞ്ഞ് എന്നെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ, വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമത്തിലുള്ള ആശുപത്രിയിൽ ഞാൻ തിരിച്ചു വന്ന് ആശുപത്രിയിൽ കഴിയവേ മാർച്ച് മാസം 25-ാം തീയതി, അത് 25 വർഷത്തിന് മുമ്പ് ഈ തീയതിയിൽ ആണ് തിരുക്കുടുംബം എനിക്ക് പ്രത്യക്ഷമായത്. അതിനായി ഒരുങ്ങുന്ന ഞാൻ ബൈബിൾ ഒരു പ്രാവശ്യം കൂടി സമ്പൂർണമായി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനത്തിൽ കാണുന്ന ചില രാഗങ്ങളിലൂടെയാണ് മാർച്ച് 25-ന് തിരുക്കുടുംബത്തോടൊപ്പം വന്ന മാലാഖമാർ പാടിയത് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങയുടെ ഊന്നുവടിയും അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23 വാക്യം 4. അവിടെ നിന്നാണ് എൻ്റെ ഇടയൻ. ദിവ്യകാരുണ്യത്തിൽ ഈശോയാണ് എൻ്റെ ഇടയൻ. എൻ്റെ ഇടയൻ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ പല പ്രാവശ്യം അവിടെ നിന്ന് നടത്തി. ദിവ്യകാരുണ്യത്തിലൂടെയും ജപമാലയുടെയും, ദിവ്യകാരുണ്യത്തിൻ്റെയും ജപമാലയുടെയും ശക്തി അവിടുത്തെ ഊന്നുവടിയും ദണ്ഡുമായി എനിക്ക് ഉറപ്പേക്കിക്കൊണ്ടിരുന്നു.
ഇന്ന് ഞാൻ ആശീർവദിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ രോഗികൾക്ക് നൽകിയ എല്ലാ സൗഖ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണു ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ഞാൻ ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാനയിലും ജപമാലയിലുമുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കുർബാനയും ജപമാലയുമാണ് നമ്മുടെ ശക്തി. സ്നേഹത്തിൻ്റെ അത്ഭുതത്തിലൂടെ അവ നമ്മളുടെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി നിലകൊള്ളട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ശുശ്രൂഷിച്ചവർക്കും 25 വർഷം മുമ്പ് ഈ ദിവസം എന്നെ ടെസ്റ്റിനായി കൊണ്ടുപോയവർക്കും അയച്ചവർക്കും ജപമാലയിലുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും വേണ്ടി, അച്ഛൻ്റെ ജപമാലയാണ് അച്ഛനെ സൗഖ്യപ്പെടുത്തിയത് എന്ന് ഉദ്ഘോഷിച്ച ആ വ്യക്തിക്കും വേണ്ടി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും